ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് മത്തങ്ങ എരിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ്. മത്തങ്ങയും വൻപയറും കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി എരിശ്ശേരിയാണിത്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സദ്യക്ക് ഈ എരിശ്ശേരി മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് പോയി നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ അതിന് വേണ്ടിയുള്ള അരപ്പാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 5 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവിന് ആവശ്യമുള്ള 3-4 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെറിയ ജീരകം കൂടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് അരയൊന്നും വേണ്ട, ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ വൻപയറൊക്കെ ഞാനിതാ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. നേരെ കുക്കറിലേക്ക് കഴുകിയിട്ട് ഇട്ട് കൊടുത്തേക്കണേ. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് മത്തങ്ങയും കൂടി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്കറിൽ ഇതൊന്ന് വിസിലടുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു ഏകദേശം 2-3 വിസിലുകൊണ്ട് റെഡി ആവും കേട്ടോ. ഞാൻ പിന്നെ ഈ എരിശ്ശേരിയിൽ ഒരു കഷ്ണം ശർക്കരയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് താല്പര്യമുള്ളവർ ഇട്ടാൽ മതി. എനിക്കിങ്ങനെ മധുരമുള്ള എരിശ്ശേരിയാണ് ഇഷ്ടം, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ മത്തനും പയറൊക്കെ ഇങ്ങനെ കുക്കായി വന്നപ്പോൾ നേരത്തെ മിക്സിയിൽ ജാറിൽ അടിച്ച് വെച്ച തേങ്ങയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള വറവാണ്. ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉണക്കമുളകും ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല ചുവപ്പ് നിറം ആവണ വരെ നന്നായിട്ട് വറുത്തെടുക്കുക. നേരെ തീയിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ തേങ്ങൻ്റെ വറവൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്ത് വെച്ച് എരിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സ്വാദിഷ്ടമായ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.